സുഹൃത്തുക്കൾ അങ്ങനെ വീണ്ടും ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോയി അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പണം ബാങ്കിലിട്ടു. അത് അദ്ദേഹത്തിന് തിരിച്ച് കൊടുക്കുന്നില്ല. ഭീഷണി, ഇപ്പോൾ CPM-ന്റെ ഭാരവാഹികളും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയോട് നമ്മൾ ഒരു ബഹുമാനം കാണിക്കണം. അത് ചോദിക്കാൻ പോകുമ്പോൾ ഭീഷണി, അടി. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുക. അദ്ദേഹത്തിന് ഒരാൾ ആത്മഹത്യ എന്തുകൊണ്ടാണ്? അയാൾക്ക് ഇങ്ങനെ സുഖം ആസ്വദിക്കാൻ വേണ്ടി അല്ലല്ലോ, ജീവിതം അത്രക്കും അടുത്തിട്ടല്ലേ. അത് തന്നെയാണ് അദ്ദേഹത്തോട് മറ്റുള്ളവർ അതിക്രമം ചെയ്തു, തെറ്റ് ചെയ്തു എന്നുള്ളതിന് ഉദാഹരണം. അത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ്. അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിലയാണ് അദ്ദേഹം കൊടുത്തിട്ട് പ്രതിഷേധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. അപ്പൊ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ, യൂണിയൻ ഗുണ്ടായുസങ്ങളൊക്കെ അവസാനിപ്പിക്കണം. നാട്ടിൽ പൈസ ഇല്ലെന്നാണ് പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ, ലോണൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല എന്നാണ് ബാങ്ക് പറയുന്നത്. അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എല്ലാവരും ഇങ്ങനെ കൊടി പിടിച്ച് നടന്നാൽ സാഹചര്യം ഉണ്ടാവില്ല. അധ്വാനിക്കുന്നവരെയും റിസ്ക് എടുക്കുന്നവരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഇത് വളരെ ഖേദകരമാണ്. ഇങ്ങനെയുള്ള ആത്മഹത്യകൾ ഒരു സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പൊ ശരി.